എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണിയോടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ്, പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരികയാണെങ്കിൽ എങ്ങനെ റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് kerala-results.nic.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നേരിട്ട് പ്രവേശിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റിസൾട്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വരികയാണെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് 2025 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു സേയുടെയും അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെയും റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ഈ ഒരു +2ൻ്റെ റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് +1ൻ്റെ സേ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ നിങ്ങൾക്ക് റോൾ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പർ അതുപോലെ തന്നെ അതായത് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുള്ള റോൾ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ വിഷയം സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് +1ൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ നിങ്ങൾക്കൊരു സിമ്പിൾ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ പറ്റും. അതായത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്, അവർ എഴുതിയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ മാർക്ക് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസാണ് കാണാൻ പറ്റുക. CE ഉൾപ്പെടെയുള്ള മാർക്കാണ്, അതായത് CEയും അതുപോലെ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് അവർക്ക് ലഭിച്ച മാർക്കും ടോട്ടൽ ആഡ് ചെയ്തിട്ടുള്ള മാർക്കാണ് സ്കൂൾ വൈസ് റിസൾട്ടിൽ കാണാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഒരു സബ്ജക്റ്റിന് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് മാത്രമായിട്ട് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ടിൽ ഉണ്ടാവില്ല. CEയും അതുപോലെ തന്നെ അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സബ്ജക്റ്റിന് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ഉൾപ്പെടെ CE അതുപോലെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള മാർക്കാണ് ഈ ഒരു അതായത് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ടിൽ സ്കൂൾ വൈസ് റിസൾട്ടിൽ കാണാനായിട്ട് സാധിക്കാം. സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും എങ്ങനെയാണ് സ്കൂൾ കോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൂടി ജസ്റ്റ് നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ dhsc.kerala.gov.in എന്ന ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്നുള്ളത്. ഇതിൽ നിങ്ങളുടെ സ്കൂൾ ഏത് ജില്ലയിലാണോ ഉൾപ്പെടുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കൂളിൻ്റെ കോഡ് കാണാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള അവരുടെ ഒരു ഹോമിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ HSC റിസൾട്ട്സ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് നേരിട്ട് പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ലിങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ആ ഒരു ലിങ്കിൽ സൈഡിൽ ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ പറ്റും. ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള അപേക്ഷകൾ നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ് നൽകേണ്ടത്. റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കാം. 10% മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ റീവാലുവേഷനിൽ കിട്ടുകയാണ്. അതായത് നിലവിൽ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിനേക്കാൾ 10% കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച ഈ ഒരു അതായത് റീവാലുവേഷനായിട്ട് നൽകുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. 10% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു TE മാർക്കിനേക്കാൾ റീവാലുവേഷന് ശേഷം 60 മാർക്ക് സബ്ജക്റ്റിൽ 6 മാർക്കോ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 8 മാർക്കോ കൂടുതലോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 10%ൽ കൂടുതൽ കിട്ടി അല്ലെങ്കിൽ 10% കൂടുതൽ കിട്ടി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരികയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ടിനായിട്ട് അർഹതയുണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാധ്യതയാണ്. അപ്പോൾ റിസൾട്ട് ചിലപ്പോൾ ലേറ്റ് ആവാനും സാധ്യത വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിശോധിക്കാം, അതുപോലെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ അറിയാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.